ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററി. നമ്മൾ യൂട്യൂബായാലും ഗൂഗിളായാലും നമ്മൾ പോയ ലൊക്കേഷൻ എവിടെ ആയാലും നമ്മൾ അത് ലോക്ക് ചെയ്ത് നമ്മളത് ഹിസ്റ്ററി ഡിലീറ്റ് ആക്കിയാലും അത് ഇവിടെ റെക്കോർഡായി കിടക്കുന്നുണ്ട്. അത് എത്ര ഡിലീറ്റ് ആക്കിയാലും അത് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതെങ്ങനെയാണ് പിന്നീട് അത് അവിടെ വരാതിരിക്കാനുള്ള ഓപ്ഷന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫോണിൽ, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യാം. മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരും മൈ ആക്ടിവിറ്റി. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നെറ്റ് സ്ലോ ആണ്, അത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആക്ടിവിറ്റിയൊക്കെ. അപ്പോൾ ആക്ടിവിറ്റി ഒക്കെ കാണുമ്പോൾ ബെസ്റ്റ് ഐഡിയയാണ് സിം, അതുകൊണ്ടാണ് ഇങ്ങനെ. ഐഡിയ സിം ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഐഡിയ അവിടെ തീരെ റേഞ്ചില്ല, വീടിനകത്ത്. പുറത്തിറങ്ങിയാലും റേഞ്ച് കുറവാണ്. ഇതിപ്പോൾ ചെക്ക് ചെയ്ത് DNS ചെക്ക് ചെയ്യാനൊക്കെ പറയണേ. ഐഡിയക്കാർ DNS നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും. ഇതിപ്പോൾ റേഞ്ചാണ് ആ ഒരു പുള്ളി റേഞ്ച് കാണിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് ഇത്. വരും വന്നു. ഇപ്പോൾ നമ്മൾ മൈ ആക്ടിവിറ്റി അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് വരിക. വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, ടൈം ലൈൻ ഞാൻ ആൾറെഡി ഓഫാക്കി കേട്ടോ. അത് കാരണമാണ് ഇത് കാണാത്തത്. ഇത് കണ്ടോ, ഞാൻ മറ്റേ മൈ ആക്ടിവിറ്റി ആയിട്ട് കിടക്കുന്നുണ്ടോ, അതൊക്കെ ഞാൻ സെർച്ച് ചെയ്തും വാച്ച് ചെയ്തും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഓഫ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് വരിക. മൈ ആക്ടിവിറ്റി കൺട്രോൾ സഫർ വിത്ത് ഗൂഗിൾ. ഇത് കണ്ടോ, വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളതിന് ഓണായി കിടക്കുകയാണ്. അതിലിപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, സി ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി കണ്ടോ. ഈ കാണുന്ന ആപ്പുകൾ മുഴുവൻ അതിലെന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇതിൽ വരും. അപ്പോൾ അത് നമ്മൾ ഈ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടേൺ ഓഫ് ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് അത് ടേൺ ഓഫ് ആയി വരും. പക്ഷേ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉള്ള ആക്ടിവിറ്റി ഡിലീറ്റ് ആവുകയും ചെയ്യും, അത് ടേൺ ഓഫ് ആവുകയും ചെയ്യും. അതാണ് അതുകൊണ്ടുള്ളൊരു കണ്ടോ. ആഡ്സ്, ഗൂഗിൾ അനലൈറ്റ്സ്, എല്ലാം യൂട്യൂബ് സെർച്ച്, ഇമേജ്, ഇതിലുള്ള ആക്ടിവിറ്റി ഒക്കെ നമ്മൾ ഡിലീറ്റ് ആക്കി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റായി. ഇനി അങ്ങനെ ഒരു സംഭവം വരില്ല, ആക്ടിവിറ്റി വരില്ല, ഡിലീറ്റ് ആക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം ലൈനും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചത് കാരണം അത് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കാൻ ഒരിതില്ല. ആ ടൈം ലൈനും അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയാണ് മെയിൻ. നമ്മൾ എന്തൊക്കെ കണ്ടു, എവിടെയൊക്കെ സെർച്ചാക്കി, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മളെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇതേപോലെ തന്നെ ആക്ടിവിറ്റി കൺട്രോൾ അത് നമ്മൾ എവിടെ ചെയ്യാന്ന് വെച്ചാൽ ടേൺ ഓഫിൽ ക്ലിക്ക് ചെയ്യാം. ഹിസ്റ്ററി പൈസ ആക്കണോ, ഹിസ്റ്ററി സെറ്റിംഗ് ഈസ് ഓഫ്, നോട്ട് സേവിങ് ന്യൂ യൂട്യൂബ് ഹിസ്റ്ററി. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ വരില്ല. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടതൊന്നും ഇതിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താവും, എല്ലാം ഡിലീറ്റായി പോകും. ടേൺ ഓഫ്. ഓക്കെ, ഡിലീറ്റായി പോകുമെന്ന് പറഞ്ഞാൽ ഡിലീറ്റായി പോകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി അറിവുകളും അതുപോലെ തന്നെ ഓഫറുകൾ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഉള്ള ഇതിലൊക്കെ വരുന്ന അടിപൊളി ഓഫറുകൾ ഉണ്ടാവില്ല, നല്ല ഓഫർ, 50%, 80%, ഓഫറുകൾ വരില്ലേ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ലിങ്ക് എന്ന് വെച്ചാൽ ടെലിഗ്രാമിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക, ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഓഫറുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.